നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് സീരീസിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഇത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവണമെന്നില്ല. കാരണം അതിലെ കുറേ കോൺസെപ്റ്റുകളൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ഞാൻ പറയാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. PV റേഷ്യോ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിലെ ഒരു റേഷ്യോ ആണ്. ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാനും അതേപോലെ വേറൊരു സാധനമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. അത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഈ റേഷ്യോ. PV റേഷ്യോ എന്ന് പറയുന്നത് ഒരു പേഴ്സൻറ്റേജ് റേഷ്യോ ആണ്. നിങ്ങൾക്കിവിടെ ഇക്വേഷൻസ് കാണാം. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്, അതിന് ഒരു ഫോം കിട്ടും ഇൻറ്റു 100. അതിന് വന്നിട്ട് 100ൻ്റെ സ്കെയിലിലേക്ക് മാറ്റി 100 ആണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ PV റേഷ്യോ പറയുന്ന സമയത്ത് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ 40%, 50%, 60% എന്നാണ്. അതായത് സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്ര. ഇപ്പോൾ PV റേഷ്യോ 40% എന്ന് പറഞ്ഞാൽ സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയാണ് 40 ആണെന്ന്. ഇനി നേരെ മറിച്ച് PV റേഷ്യോ 50% എന്ന് പറഞ്ഞാലോ കോൺട്രിബ്യൂഷൻ 50 ആണ്, സെയിൽസ് 100 ആണ്. പല സെല്ലിംഗ് പ്രൈസിലും കോൺട്രിബ്യൂഷനിലുള്ള കുറേ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെയൊക്കെ 100ൻ്റെ സ്കെയിലിലേക്ക് മാറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിലേതിനാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു എക്സാമ്പിൾ പ്രോബ്ലമാണ്. ഇവിടെ ഇപ്പോൾ 2 പ്രോഡക്റ്റ് ഉണ്ട്. 2 പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ PV റേഷ്യോ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ PV റേഷ്യോ കാണാമെന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 എത്ര 40%. നെക്സ്റ്റിൻ്റെ എന്ന് വെച്ചാൽ അതേപോലെ തന്നെ 8/16 ചെയ്തിട്ട് 50% കിട്ടും. അതായത് കോൺട്രിബ്യൂഷൻ 8 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് 16 ഇൻറ്റു 100 50% കിട്ടും. നമ്മൾ ഈ PV റേഷ്യോ കാണാണ്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കണം എന്ന് വിചാരിച്ചു. അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലാണ് വേഗത്തിൽ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുക, അതായത് വേഗത്തിൽ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എത്താൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? അതായത് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുക പൊതുവെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളതായിരിക്കും വേഗത്തിൽ ഫിക്സ്ഡ് കോസ്റ്റിനെ കവർ ചെയ്യുക. അതായത് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളതായിരിക്കും വേഗത്തിൽ ബ്രേക്ക് ഇവൻ പോയിന്റിലെത്തുക. അതുപോലെ തന്നെ വേഗത്തിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എത്തിയാലേ വേഗത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. വേഗത്തിൽ എന്ന് പറയുമ്പോൾ കുറവ് യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് എത്താനും പറ്റണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റൂ എന്താണ് ഒരു സാധനത്തിന് പേഴ്സൻറ്റേജ് റേഷ്യോയിലേക്ക് ആക്കുന്നതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ കോൺട്രിബ്യൂഷൻ 4 ആണ്. സെല്ലിംഗ് പ്രൈസ് 10 ആയിരിക്കുമ്പോൾ 10 ആയിരിക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ 4 ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ 8 ആണ്, സെല്ലിംഗ് പ്രൈസ് 16 ആയിരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പ്രശ്നമാണ്, കാരണം ഡിഫറൻറ്റ് സെല്ലിംഗ് പ്രൈസാണ്. നേരെ മറിച്ച് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് 10 ആണ്, ഇവിടെയും 10 ആണെങ്കിൽ നമുക്ക് പറയാം രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് 1 ആണ്. അപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് ഈ 8 തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, ഡിഫറൻറ്റ് സെല്ലിംഗ് പ്രൈസാണ്. അങ്ങനെ വരുമ്പോൾ ആ ഡിഫറൻ്റായി നിൽക്കുന്ന സാധനത്തിന് നമ്മൾ 100ലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ നമ്മൾ PV റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അതിനെ 100ൻ്റെ സ്കെയിലേക്ക് മാറ്റി. ഇപ്പോൾ നമുക്ക് പറയാം, കാരണം 100ൽ എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ച്, അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, PV റേഷ്യോ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ രീതി അനുസരിച്ചാണ്. ഇപ്പോൾ 2 വർഷത്തെ കോൺട്രിബ്യൂഷനും അല്ലെങ്കിൽ പ്രോഫിറ്റ് അതിലേതെങ്കിലും ഒന്ന് മതി. അതുപോലെ തന്നെ സെയിൽസ് 2 വർഷത്തെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തു നിന്ന് മറ്റേ വർഷത്തേക്കുള്ള ചേഞ്ച് കിട്ടും. ആ ചേഞ്ച് വെച്ചിട്ട് കോൺട്രിബ്യൂഷൻ PV റേഷ്യോ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. അത് ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പോൾ കാര്യം ക്ലിയർ ആവും. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ, ഇതിലിപ്പോൾ 2020 ആൻഡ് 2021 2 വർഷത്തെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്.
അത് ഇവിടെ തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ ആയാലും മതി, ഏതായാലും സെയിം ആണ്. ഇവിടെ പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത്. ഇതിപ്പം 2020 20,000 2021 അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 45,000 മാറി, 45,000 മാറി. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 2021 എമൗണ്ടിൽ നിന്ന് 2020 എമൗണ്ട്, ആ ഡിഫറൻസ് അതാണല്ലോ ചേഞ്ച്. ഈ വർഷം 20,000 ആയിരുന്നു, ആ വർഷത്തുനിന്ന് എന്തോ ചേഞ്ച് സംഭവിച്ചിട്ടാണ് ഈ വർഷത്തിലേക്ക് എത്തിയത്. അത് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ആ കൂടിയതിനെ എടുക്കാം, അത് കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഈ 2021 20 എമൗണ്ട് കുറക്കാം, അത് മുകളിൽ കിട്ടും. 25,000 ഇവിടെ കിട്ടും ആ ഡിഫറൻസ്. അതായത് ഇതാണ് ആ കാൽക്കുലേഷൻ. ഇനി അടിയിൽ ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. സെയിൽസ് 2020 1 lakh ആണ്, 2021 അത് 2 lakh ആയി മാറി. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 1 lakh നിന്ന് 2 lakh ആയി മാറി. 1 lakh ആണ് അവിടുത്തെ ചേഞ്ച്. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ PV റേഷ്യോ വരാം, 25%. ഇവിടുത്തെ ചേഞ്ച് വേണമെങ്കിൽ നെഗറ്റീവ് ആകാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതായത് സെയിൽസിൽ നെഗറ്റീവ് ചേഞ്ച് ഉണ്ടായെന്ന് വിചാരിച്ചോ, അപ്പോൾ അതേ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്. ഇതൊക്കെ ഒറ്റ ബെൽറ്റിൽ നിൽക്കണ സാധനമാണ്. അപ്പോൾ സെയിൽസിൽ ഒരു നെഗറ്റീവ് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനിലും അതേ ഒരു റേഞ്ചിൽ വേറൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ ആ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ആയിരിക്കും, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പോൾ സെയിൽസിൽ ഒരു നെഗറ്റീവ് ചേഞ്ച് ഉണ്ടായെന്ന് വിചാരിച്ചോ, അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനിലും ആ ഒരു നെഗറ്റീവ് ചേഞ്ച് തന്നെ ഉണ്ടാവും. കാരണം സെയിൽസിൻ്റെ ഉള്ളിൽ ഉള്ള സാധനമാണ് ഈ പ്രോഫിറ്റും ഫിക്സ്ഡ് കോസ്റ്റും സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നെഗറ്റീവാണ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് ആ ചേഞ്ച് എടുത്ത് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഞാനിപ്പം PV റേഷ്യോ കാണാൻ തന്ന ഇക്വേഷനിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അതായത് അതിൻ്റെ മുകൾ ഭാഗത്ത് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് രണ്ടിലേതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷനും ചേഞ്ച് ഇൻ പ്രോഫിറ്റും സെയിം ആവുക? അത് 2 എമൗണ്ട് അല്ലേ എന്ന് ചോദിക്കുക. എന്നാൽ അങ്ങനെയല്ല, അത് രണ്ടും സെയിം ആണ്. അതായത് അത് രണ്ടും സെയിം ആണെന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ആ ചേഞ്ച് സെയിം ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ചേഞ്ചാണ് സെയിം, നേരെ മറിച്ച് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന എമൗണ്ടും പ്രോഫിറ്റ് എന്ന് പറയുന്ന എമൗണ്ടും അല്ല. ഒരു ഇയറിന് മറ്റൊരു ഇയറിലേക്ക് കോൺട്രിബ്യൂഷനിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു അതേ വർഷത്തുനിന്ന് മറ്റൊരു വർഷത്തേക്ക് പ്രോഫിറ്റിലുണ്ടായ ചേഞ്ച് ആണ്. അത് രണ്ടും ഈക്വലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് ഇത് മനസ്സിലാക്കാം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. നമ്മൾ പാർട്ട് 1 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇക്വേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ്. ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ഉൾപ്പെട്ടതാണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഒരു ഇയറിന് മറ്റൊരു ഇയറിലേക്ക് ഈ കോൺട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ കോൺട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ചേഞ്ച് പ്രോഫിറ്റ് കാരണമായിരിക്കും. യു ക്യാൻ ആസ്ക് വൈ. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യൂല, പിന്നെ അതിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധനം പ്രോഫിറ്റാണ്. സോ കോൺട്രിബ്യൂഷൻ ഒരു ഇയറിന് മറ്റൊരു ഇയറിലേക്ക് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റിലുള്ള ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ടു 1 year to another year ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഫ്രം 1 year. അതായത് അതേ വർഷത്തെ ഒരു ഇയറിന് മറ്റൊരു ഇയറിലേക്കുള്ള ചേഞ്ച് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിൻ്റ് സെയിൽസ്, അതായത് ബ്രേക്ക് ഇവൻ പോയിൻ്റ് എത്തുന്ന ഒരു സെയിൽസ് ഉണ്ട്. ബ്രേക്ക് ഇവൻ പോയിൻ്റ് എത്തുന്നത് എന്ന് പറഞ്ഞാൽ അതായത് കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്ന ഒരു പ്ലേസാണ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. അവിടുത്തെ സെയിൽസിന് ശേഷം ഉണ്ടാകുന്ന സെയിൽസ്, അതായത് ആ സെയിൽസാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരിക. ഫിക്സ്ഡ് കോസ്റ്റിന് ശേഷം ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സെയിൽസ്, അതായത് ആ സെയിൽസിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിന് മുമ്പുള്ളത് ഫിക്സ്ഡ് കോസ്റ്റിലേക്കും. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിൻ്റ് സെയിൽസ് എന്ന് പറയുന്ന സെയിൽസ് വാല്യൂവിന് ആഫ്റ്റർ ഉണ്ടാകുന്ന സെയിൽസ് വാല്യൂ ആണ് ഇത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഇവിടെ ഇപ്പം ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 1700 യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് സെയിൽസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ പോയിൻ്റ് സെയിൽസ് എന്ന് പറയുന്നത് അത് യൂണിറ്റിൽ പറയുമ്പോൾ 1000 യൂണിറ്റ് ആണെന്ന് എക്സാമ്പിളായിട്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്
700 യൂണിറ്റ്സ്, അതായത് ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് പറയുന്ന 1000 യൂണിറ്റ്സിന് ശേഷമുള്ള 700 യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 1700 യൂണിറ്റ്സ്. അപ്പോൾ ആ എക്സ്ട്രാ ബ്രേക്ക് ഇവൻ പോയിന്റ് കഴിഞ്ഞിട്ട് മുകളിലോട്ടേക്ക് വരുന്ന യൂണിറ്റ്സ് അല്ലെങ്കിൽ സെയിൽസ് ആണ് എന്ത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോർഷനാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന സെയിൽസിൻ്റെ ഭാഗം. നിങ്ങൾ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു പോയിന്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. അതായത് ഈ പോയിന്റിൽ ഫിക്സ്ഡ് കോസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്യും കോൺട്രിബ്യൂഷൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള സെയിൽസ് നമ്മൾ സെയിൽസിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനാണ് പോകുന്നത്, അതിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്തതിന് ശേഷം പിന്നീടുണ്ടാകുന്ന സെയിൽസ്, അതായത് ബ്രേക്ക് ഇവൻ പോയിന്റിന് ശേഷം ഉണ്ടാകുന്ന സെയിൽസ്, ആ സെയിൽസിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസിന് ശേഷം ഉണ്ടാകുന്ന സെയിൽസ് വാല്യൂ ആണ്. സെയിൽസ് വാല്യൂ ആണ്, കോൺട്രിബ്യൂഷൻ വാല്യൂ അല്ല. ആ സെയിൽസ് വാല്യൂവിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ആ മാർജിൻ ഓഫ് സേഫ്റ്റിയിലെ സെയിൽസ് വാല്യൂവിൽ നിന്നുണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാം. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണ്. അതായത് എത്ര യൂണിറ്റ് സെല് ചെയ്താലാണ് ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആവാം. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിൽ എത്തുക എന്നുള്ളതാണ് കണ്ടത്. ഇവിടെ ഞാനൊരു ഇക്വേഷൻ പറയാണ്. അതായത് എത്ര സെയിൽസ് വാല്യൂവിലാണ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആവാം. അതായത് ടോട്ടൽ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഞാനിവിടെ പറയാം. അതായത് ഇവിടെ പറയാൻ പോകുന്ന ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. അതായത് ഇവിടെ ഈ ഏരിയയിൽ നടക്കുന്ന സെയിൽസിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഓർത്താൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ ഈ ഏരിയയിലെ സെയിൽസ് വാല്യൂ കിട്ടും. സെയിൽസ് വാല്യൂ ആണ് പറയുന്നത്, സെയിൽസ് വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റിന് ശേഷം ഉണ്ടാകുന്ന സെയിൽസ് വാല്യൂ, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ആ ഭാഗം കിട്ടാൻ എന്തായിരിക്കും ഇക്വേഷൻ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാണ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഈ ഏരിയയിൽ ഉണ്ടാകുന്ന സെയിൽസിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നതെന്നല്ല, അതെന്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് അത് ഉണ്ടാക്കി തരുന്നതെന്ന് വെച്ചാൽ പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സെയിൽസ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ ഇതുവരെ നമ്മളെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഉണ്ടാകുന്ന സെയിൽസ് വാല്യൂയിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്ന ആ പോയിൻ്റാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അതിന് ശേഷം ഉണ്ടാകുന്ന സെയിൽസ് എന്ന് പറയുന്നത് അതിലൂടെ ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാക്കി തരും. അപ്പോൾ ആ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന സെയിൽസ് വാല്യൂ ഏരിയാസിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് കാണാനും മാർജിൻ ഓഫ് സേഫ്റ്റി, അതായത് സെയിൽസ് വാല്യൂ തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി, അത് കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻസ്. അതുകൂടി ഇവിടെ പറഞ്ഞു. നമുക്കപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പം ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 10,000, കോൺട്രിബ്യൂഷൻ 4,000, സെയിൽസ് 10,000. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയണത് മാർജിൻ ഓഫ് സേഫ്റ്റിയും അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസും ആണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാം ഇതിൽ നിന്ന്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ പി വി റേഷ്യോ കിട്ടും. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കാം. അപ്പോൾ പി വി റേഷ്യോ എന്ന് പറയുന്നത്, ഇവിടുത്തെ പി വി റേഷ്യോ എന്ന് പറയുന്നത് 4,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100, 40% എന്ന് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് കിട്ടും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ മാർജിൻ ഓഫ് സേഫ്റ്റിയും കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് കാണാം. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് സെയിൽസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇവിടുത്തെ ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ 10,000 ആണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. 10,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്രയാണ്? 40% ആണ്. സോ ഒരു സാധനം 40% എന്ന് പറഞ്ഞാൽ 40/100 ആണ്.
അതായത് 100-ൽ 40. ഞാൻ മുമ്പ് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. ഇപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 100-ൽ 50. ഏതൊരു സാധനം 100 ആണെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത മറ്റേ സാധനം 50 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 100 എന്ന് പറയുന്ന സാധനം സെയിൽസാണ്. സെയിൽസ് 100 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ 40 ആണെന്നാണ് പറയുന്നത്. ഒരു 100-ൻ്റെ സ്കെയിലിൽ എടുത്തതാണ് സാധനത്തിന്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് 40%. 40/100 അല്ലേ? 40/100 ചെയ്താൽ നമുക്ക് 0.4 കിട്ടും. അപ്പോൾ ഇവിടെ 0.4 ചെയ്താൽ മതി. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഭിന്നസംഖ്യകൾ ചെയ്യുന്ന സമയത്ത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്. അതും കൂടെ ഞാൻ ഇതിൻ്റെ അടിയിൽ എഴുതാം. ഇവിടെ കണ്ടോ, ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യുക. അതായത് 40% എന്ന് പറയുന്നത് 40/100 ആണ്. അത് സോൾവ് ചെയ്താൽ 0.4 കിട്ടും. എന്നാൽ ആൻസർ കിട്ടും. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതായത് 10,000 ഡിവൈഡ് ബൈ 40% എന്ന് പറയുന്നത് 40/100 ആണ്. അതങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഭിന്നസംഖ്യകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റെസിപ്രോക്കലും ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലും മതി. ആൻസർ വരിക ഇതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അത് ഇതേപോലെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അത് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആണ്. അതായത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആവും. ഇവിടെ ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്താ കാണിച്ചു തരാമെന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ആ ടോട്ടൽ എമൗണ്ട് ഉണ്ടാവില്ലേ സെയിൽസിൻ്റെ, അത് എത്ര എമൗണ്ടിൽ സെയിൽസ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ആകുന്നുള്ളതാണ്. പ്രോഫിറ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോഫിറ്റ് 3,000 ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ MOS എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ് വരിക. പ്രോഫിറ്റ് 3,000 ഡിവൈഡ് ബൈ 40% ആണ് നമ്മളെ പി വി റേഷ്യോ. അപ്പോൾ 0.4 എടുത്താൽ 7,500 വരും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഈ സീരീസിൽ വരാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും താഴെ Instagram ID ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട് 3ൻ്റെ ലിങ്കും താഴെ കൊടുക്കും. ഓക്കെ, താങ്ക് യു.